The content in this channel is only for entertainment purposes. ഈ നാറി ഉണ്ടല്ലോ ആദ്യമായിട്ടല്ല ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത്. വളരെ മുമ്പ് എന്തോ ഇൻഫ്ലുവൻസർമാരുടെ ഒരു കടലാസ് സംഘടന ഉണ്ടാക്കി എല്ലാവരുടെയും ഫോൺ നമ്പർ ആണെങ്കിലും ഈ മനുഷ്യമൃഗം അവരെ വിളിക്കും. വ്യക്തിബന്ധം എന്ന് സ്ഥാപിച്ച് ഫുൾ വിവരങ്ങൾ ചോർത്തിയെടുക്കും. എന്നിട്ട് ഒരു ഒളുപ്പമില്ലാതെ അത് സോഷ്യൽ മീഡിയയിൽ വന്ന് കണ്ടന്റ് ആയി വിളമ്പും. മലയാളം സോഷ്യൽ മീഡിയയിൽ നോക്കിയപ്പോൾ മറ്റൊരു മനുഷ്യമൃഗത്തിനെ ഞാൻ കണ്ടു. പേര് സീക്രട്ട് ഏജന്റ്. വിശ്വസിക്കുന്നവനെ ചതിക്കുന്നവനല്ല ഈ റപ്പായി. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ. പണി മറ്റുള്ള മനുഷ്യരുടെ ജീവിതത്തിലേക്ക് ഒളിച്ചു നോട്ടം. ഒരു കണ്ടന്റ് ക്രിയേറ്ററുടെ ഭാര്യ വേറൊരാൾക്കൊപ്പം ഒളിച്ചോടിപ്പോയി. രാത്രി ഇറങ്ങിപ്പോകുന്നതിന്റെ CCTV വിഷ്വലുകൾ പുറത്തു വന്നു. ഇനി എന്നെ എവിടെയും പ്രതീക്ഷിക്കില്ല. നിങ്ങൾ ആരും എന്നെ അന്വേഷിക്കും. മറ്റൊരാളുടെ തികച്ചും സ്വകാര്യവും വ്യക്തിപരവുമായ ഒരു കാര്യമാണല്ലോ ഇത്. അതിനാൽ ഇത് വലിയ രീതിയിൽ ചർച്ച ചെയ്യേണ്ടതില്ല എന്നൊക്കെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ വിചാരിക്കുമ്പോൾ സീക്രട്ട് ഏജന്റിന്റെ ഒരു വീഡിയോ വരികയാണ്. ஏண்டா நல்லா வளர்ந்துகிட்டு வர ஊரெல்லாம் உன்னை பத்தி தான் பேசுறாங்க. எதுக்கு இதெல்லாம்? ഇവൻ എന്റെ അടുത്ത സുഹൃത്താണ്. വർഷങ്ങളായിട്ട് എനിക്ക് ഇവരെ അടുത്തറിയാം. ഇവരുടെ എല്ലാ കഥകളും അറിയാം. കല്യാണത്തിന് എന്നെ വിളിച്ചിട്ടുണ്ട്. ഞാൻ കല്യാണത്തിന് പോയിട്ടുണ്ട്. വിശ്വസിക്കാവോ? അപ്പൊ ഈ വാർത്ത അറിഞ്ഞപ്പോ ഞാൻ അവനെ വിളിച്ചു, വിവരങ്ങൾ ചോദിച്ചു. നിങ്ങൾ കേട്ടത് സത്യം തന്നെയാണ്. അവന്റെ ഭാര്യ ഒളിച്ചോടിപ്പോയി എന്നവൻ എന്നോട് സമ്മതിച്ചു. ഇതാണ് എന്ത് ചെയ്താലും വൈറലാവും. പിന്നെ എന്റെ ജോലി വീഡിയോ ചെയ്യലാണല്ലോ. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ വന്ന അക്കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നു എന്ന് പറയുന്നത് വൃത്തികെട്ട വീഡിയോ. ശരിയല്ല. ഈ ടോപ്പിക് കുറച്ച് ടഫാണ്. പക്ഷെ കുറച്ച് കാര്യങ്ങൾ എന്താണെങ്കിലും സംസാരിക്കും. ഇനി ഞാൻ ഇവിടെ നിന്നാൽ എന്റെ ജീവിതം വവ്വാല് ചപ്പിയം വാങ്ങ. ഇതൊക്കെ ആരുടെ ലൈഫിൽ എപ്പോൾ വേണേൽ സംഭവിക്കാവുന്ന വിഷയങ്ങളാണ്. അഖിൽ NRDയുടെ സീന് നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും. മനസ്സ് ശരിയില്ല. അഖിലിന്റെ വൈഫ് ഒളിച്ചോടി പോയി. ഞാൻ ഈ കല്യാണം അറ്റൻഡ് ചെയ്തൊരു വ്യക്തിയാണ്. 2020 ലാസ്റ്റ് 21 മുതലൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഞാൻ അഖിൽ NRDയായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയ അത്ര ലൗഡ് ആൻഡ് വിസിബിൾ ഒന്നും അല്ലാതെ, ബട്ട് റിയൽ ലൈഫിൽ അവൻ എന്തെങ്കിലും ഒന്നുള്ളപ്പോഴോ ഞാൻ എന്തെങ്കിലുമൊക്കെ ചോദിക്കാനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ബന്ധത്തിൽ വിളിച്ച് സംസാരിക്കുന്ന രണ്ട് വ്യക്തികളാണ് നിങ്ങൾ. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയ. ഇത്രയും നല്ലൊരു സുഹൃത്തിനെ കിട്ടണമെന്നാണ് മലയാളക്കരയിലെ 99% മനുഷ്യരും ആഗ്രഹിക്കുന്നത്, അല്ലേ? അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഞാൻ അഖിൽ NRDയായിട്ട് കീപ്പ് ചെയ്യുന്നു. എന്നെ കൊണ്ട് തോറ്റു. ഈ നാറി ഉണ്ടല്ലോ ആദ്യമായിട്ടല്ല ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത്. വളരെ മുമ്പ് എന്തോ ഇൻഫ്ലുവൻസർമാരുടെ ഒരു കടലാസ് സംഘടന ഉണ്ടാക്കി എല്ലാവരുടെയും ഫോൺ നമ്പർ ഒക്കെ വാങ്ങി ബന്ധം സ്ഥാപിച്ചിരുന്നല്ലോ ഇവൻ ഇൻഫ്ലുവൻസർമാരുമായി. അതിനുശേഷം കണ്ടന്റ് ക്രിയേറ്റർമാർക്ക് എന്ത് പ്രശ്നം വന്നാലും അത് എത്ര വ്യക്തിപരമാണെങ്കിലും ഈ മനുഷ്യമൃഗം അവരെ വിളിക്കും. ഹലോ, ഞാനാ ശിവേട്ടനാ. വ്യക്തിബന്ധം എന്ന് സ്ഥാപിച്ച് ഫുൾ വിവരങ്ങൾ ചോർത്തിയെടുക്കും. എന്നിട്ട് ഒരു ഒളുപ്പമില്ലാതെ അത് സോഷ്യൽ മീഡിയയിൽ വന്ന് കണ്ടന്റ് ആയി വിളമ്പും. ആദ്യമായിട്ട് ഞാനിത് ശ്രദ്ധിക്കുന്നത് മല്ലു ട്രാവലറുടെ കുറെ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോഴാണ്. അദ്ദേഹത്തിന്റെ മുൻ ഭാര്യയുടെ വീഡിയോ അങ്ങനെയൊക്കെ വന്ന സമയത്ത് അതിനു മുമ്പും ഈ പിശാച് വേറെ മനുഷ്യരുടെ രക്തം ഇതുപോലെ ഊറ്റി കുടിച്ചിട്ടുണ്ടാകാം. എന്റെ ശ്രദ്ധയിൽ വന്ന ആദ്യ വിഷയം മല്ലു ട്രാവലറുടേതാണ്. ഈ മനുഷ്യമൃഗത്തിന്റെ സംഘടനയിൽ മല്ലു ട്രാവലർ ഉണ്ടായിരുന്നു. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്നിട്ട് ആ ബന്ധം വെച്ച് അന്ന് മല്ലു ട്രാവലർ ആരോടും സംസാരിക്കാതിരിക്കുന്ന കാര്യമാണ്. മല്ലു ട്രാവലർ ശരിയാണോ തെറ്റാണോ ഈ വിഷയത്തിൽ എന്നല്ല ഞാൻ പറയുന്നത്. ഈ മനുഷ്യമൃഗം ചെയ്തതാണ്. മല്ലുവിനോട് സംസാരിച്ച് ഫുൾ വിവരങ്ങൾ ചോർത്തി വീഡിയോ ആക്കി എന്ന് മാത്രമല്ല, ഈ വീഡിയോയിൽ മല്ലുവിനെ ഇവൻ തള്ളിപ്പറഞ്ഞു. അതുപോരാ, ഞാൻ കടലാസ് സംഘടനയിൽ നിന്ന് മല്ലു ട്രാവലറെ പുറത്താക്കിയെന്ന് നോട്ടീസ് ഇറക്കി. ഈ രക്തരക്ഷസ് എങ്ങനെയാണ് മനുഷ്യരുടെ ചോര കുടിക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഫിറോസ് സജ്ന വിഷയം ഈ അടുത്താണ് ഉണ്ടായത്. അപ്പോഴും ഇത് തന്നെ ചെയ്തു. ഫിറോസിനെ വിളിക്കും, സജ്നയെ വിളിക്കും. സജ്നയുടെ ഗർഭമൊക്കെ ആദ്യമായിട്ട് സ്ഥിരീകരിക്കുന്നത് ഗൈനക്കോളജിസ്റ്റ് അല്ല, സീക്രട്ട് ഏജന്റ് എന്ന മലരനാണ്. അവൻ പറയുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യുക വഴി പുള്ളി എന്തോ വലിയ സാമൂഹിക സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ്. റിയാക്ഷൻ വീഡിയോ എന്ന പേരിൽ സുഹൃത്തുക്കളുടെ വീട്ടിൽ ഒളിഞ്ഞു നോക്കുന്ന ഈ പിശാച്. പിന്നെ ഭാസ്കരേട്ടോ, അതെ, ഞാനിവിടെ വല്ലാത്തൊരവസ്ഥയിലാണ്. എന്താ ശരിക്കും വിചാരിക്കുന്നുണ്ടാവുക? എന്തോ സാമൂഹ്യ സേവനം നടത്തുകയെന്നോ? മനുഷ്യരുടെ വ്യക്തിപരമായ തികച്ചും സ്വകാര്യമായ വിഷയങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്ന് വിളിച്ചു പറയുന്നതാണ് കണ്ടന്റ് ക്രിയേഷൻ എന്നാണോ ഇവ മനസ്സിലാക്കിയിട്ടുള്ളത്?
സോഷ്യൽ ഇഷ്യൂ ആണ് ഇവനൊക്കെ സംസാരിക്കുന്നത് എന്നാണ് ഇവൻ അവകാശപ്പെടുന്നത്. എന്ത് സോഷ്യൽ ഇഷ്യൂ? ഇത് ഓരോ മനുഷ്യരുടെ വളരെ വ്യക്തിപരമായ കാര്യങ്ങളല്ലേ, ഇതിൽ മറ്റു മനുഷ്യർക്ക് എന്ത് കാര്യമാണുള്ളത്? എന്നിട്ട് പറയുന്നു വീഡിയോ ചെയ്യൽ എന്റെ ജോലിയാണ്, എന്ത് വിവരം അറിഞ്ഞാലും ഞാനത് സോഷ്യൽ മീഡിയയിൽ വന്ന് വിളിച്ചു പറയുമെന്ന്.